അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞാ സാറേ സാറ് സൺഗ്ലാസ് വെച്ച് നന്നായിട്ടാ അല്ലെങ്കിൽ മറ്റേ പൊള്ളലായിട്ട് ചത്തനെ എന്തൊരു നോട്ടാ സാറേ. ആ സാറേ ബസ് സാറിന് സ്റ്റാൻഡേർഡ് അതൊക്കെ നിനക്ക് തോന്നിയില്ല. അയ്യോ സാറേ ഇടി കൊണ്ട് ബ്ലാഡറൊക്കെ പഞ്ചറായി കിടക്കുക. എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. നിക്കറും മുണ്ടും നനഞ്ഞാൽ കോടതി അതൊന്നും ആറുണ്ട് സാറേ. എന്റെ കർത്താവ് ഇത് വലിയ ശല്യല്ലോ. അങ്ങോട്ട് എങ്ങനെ മാറി നോക്കിക്കടാ. ഞാൻ ഓടിപ്പോന്നില്ല. അതെനിക്കറിയടാ. കറുത്ത കൗണട്ട മാലാക ഇതോടെ കഴിച്ചാൽ ഫ്രീ ആയിട്ട് തരാം. അതോടെ ഇരുന്നോട്ടെ. ആ ഒന്നും വേണ്ട. നന്നായി വരും സാർ. നിന്റെ കാല് പിടിച്ചതല്ല. അത് ശരി. ചെല്ല്. അവിടെ ഇരുന്നാ മതി. നീ അവിടെ ഇരുന്നാ മതിരാ. പന്തവിന് മുണ്ട് സാറന്മാരെടുത്തോ. കഴിയില്ലെങ്കിൽ ഒരു ഒറ്റെണ്ണത്തിനും കാണാനില്ലല്ലോ. മീനേ മീന് മീനേ ചേച്ചി മീൻ വേണ്ടേ? മീൻ മീൻ നല്ല പെട്ടക്കിന് അതിലോട് നിന്നിട്ടുണ്ട്. ഈ തവളക്കാലം എവിടുന്ന് പൊട്ടി വരുന്ന ചേച്ചി. എക്സ്ക്യൂസ് മീ, മുണ്ട് ഞാൻ എടുക്കണേ. പോലീസുകാരിപ്പോ ഇങ്ങനെ ഓടിക്കുന്നത്. ഞാൻ അവിടെ നോക്കാം. എന്തായി കണ്ട കണ്ടു. എന്നിട്ടെന്താ പിടിക്കാഞ്ഞേ? പിടിക്കേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിച്ചില്ല എന്നാണോ നിങ്ങളുടെ പരാതി? അല്ലല്ല, സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഞങ്ങളുടെ പരാതി. ബണ്ട് നിർമ്മാണത്തിന്റെ അപാത കൊണ്ടാണ് കഴിഞ്ഞ വർഷം കൃഷി നശിച്ചത്. ഇത് ഞങ്ങൾ അനുവദിച്ചു തരില്ല. പോലീസ് പൊന്തില്ല, തൊപ്പി പൊന്തി. കളറ് കിട്ടി പോലീസുകാർ കൊള്ളാം. നീ ഇവിടെ വന്നേ? ഞാൻ ഇവിടെ കുളിക്കായിരുന്നു. സാറുമാർ ഇവിടെ കുളിക്കുന്നു. എവിടാ ജെയിംസ്?
ജെയിംസാണ് എന്റെ മുന്നും പറിച്ചോണ്ട് ഓടി. ഛേ, തനിക്ക് നാണമില്ലൂടെ അത് പറയാൻ? അവന്മാരെ പെണ്ണ് കാണാൻ വിടാൻ താൻ അവിടെ മാരേജ് പൂരം നടത്തണം. അതല്ല സാറേ, SI സാറ് പറഞ്ഞത് കൊണ്ട് സമ്മതിച്ചാണ് സാറേ. ഇപ്പൊ തന്നെ അവന്മാര് കാരണം എന്റെ 2 ഇൻക്രിമെന്റ് പോയിരിക്കാണ് സാറേ. രക്ഷിക്കണം സാറേ. SI വന്ന ഉടനെ തന്നെ വിളിക്കാൻ പറ. പറയാം സാർ. ഈ അലപരാധന കാരണം സൂര്യ ഇല്ലാണ്ടായി. ഛേ, ഓരോരോ തലവേദനകള്. ഇതെന്താ കുളിച്ച് ഈറനായി നിർമ്മാല്യം തൊഴാൻ വന്നതാണ്? നിങ്ങളോട് സാർ അത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒരുത്തം ചാടിപ്പോയാൽ അതിന്റെ നാണക്കേട് നിനക്കൊന്നുമല്ല, ഡിപ്പാർട്ട്മെന്റിന്. അതറിയാമോ? അറിയാം സാർ. എന്തറിയാന്ന്? ഇവനെവിടുന്ന് കിട്ടി? ജെയിംസ് മെസ്സായി മുണ്ടൊരു ഭാഗത്ത് കിട്ടിയതാണ് സാർ. ഒരു മുണ്ട് കിട്ടിയാൽ ഞാൻ അങ്ങ് പൊക്കോളാം സാറേ. ഉണ്ടായില്ലടാ, എനിക്കിവിടെ മുണ്ട് വെച്ചോടല്ലേ? അല്ല, ഇവനാണ് സാർ മുണ്ടൂർ വെച്ച് ജെയിംസിന് മുണ്ടൂരി കൊടുത്ത് രക്ഷപ്പെടാൻ സഹായിച്ചത്. അപ്പോ മുണ്ടില്ലാതെയാണ് നിങ്ങൾ ജെയിംസിനെ കോടതി കൊണ്ടുപോയത്? അല്ല സാറേ, മുണ്ടുപിടിപ്പിച്ച് തന്നെ കൊണ്ടായത്. അപ്പൊ ജെയിംസിന്റെ മുണ്ട് എവിടെ? അത് മുണ്ടൂരുള്ള സ്ത്രീക്ക് കൊടുത്തു സാർ. ഇയാളുടെ മുണ്ടോ? അതാണല്ലോ സാർ ഇവൻ ജെയിംസിന് കൊടുത്തത്. ഓ, നിങ്ങളത് മുണ്ടൂരി കളിക്കായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയി സാർ. എന്തബദ്ധം? നിങ്ങളുടെ അച്ഛന്മാര് സർവീസിലിരിക്കെ മരണപ്പെട്ടത് കൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിലെ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത്. ബുദ്ധിമുട്ടാതെ കിട്ടിയ ജോലി ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാവില്ല. സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു മുണ്ട് ഒപ്പിച്ചു കൂട്ടുകാരൻ രക്ഷപ്പെടാൻ സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് കിടന്ന് നാടകം കളിക്കുന്നോ? കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യേ. അയ്യോ വേണ്ട സാറേ, ഞാൻ ഇനി ജയിലിൽ ഇറങ്ങിയിട്ടുള്ളൂ സാറേ. സാറേ എനിക്കും കാണില്ല സാർ ചില ആഗ്രഹങ്ങൾ. മുണ്ടില്ലെങ്കിൽ തോട്ടുമുണ്ടായാലും മതി സാർ. സാറേ ഞങ്ങളിനി എന്തായാലും പെണ്ണ് കാണലും പുടവൊടുക്കലൊക്കെ കഴിഞ്ഞില്ലേ? ഇനി കല്യാണോ മധുവതൊക്കെ കഴിഞ്ഞിട്ട് വാ. ചെല്ല. അയ്യോ സാർ. സാർ സാർ യെസ് മാം. എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് കേൾക്കണ്ട. വിതിൻ 24 hours മിസ്സായ പ്രതി എനിക്ക് കിട്ടിയിരിക്കണം. ശരി മാം. ഞാൻ ഡീറ്റെയിൽസ് എടുത്തിരുന്നു. ഇയാൾ ഇതിനു മുമ്പ് നിങ്ങളുടെ സർക്കിളിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്, ശരിയല്ലേ? അവൻ ദൂരേക്കൊന്നും പോവാൻ സാധ്യതയില്ല മാഡം. എന്നവൻ നിങ്ങളോട് പറഞ്ഞോ? നോൺസെൻസ്. ബസ് സ്റ്റാൻഡിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോലീസുകാരെ അയച്ചു കഴിഞ്ഞു. ആ പോലീസുകാർക്ക് സസ്പെൻഷൻ ഓർഡർ കൊടുത്തോ? കൊടുക്കാം മാഡം. അവരുടെ എത്തിയിട്ടുണ്ട് മാഡം. തീരുമാനമായി പറയാനുണ്ടോ? കേട്ടല്ലോ, നീയൊക്കെ കാരണം SP-യുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാനാ കേട്ടത്. ചെയ്ത പണിക്ക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ താമ്രപത്രം മെയിൽ വന്നിട്ടുണ്ട്. അത് മേടിച്ചിട്ട് വീട്ടിൽ പോക്കും. ചെല്ലി. സാറേ നോ, ഇനിയൊന്നും എനിക്ക് കേൾക്കണ്ട. ചാടിപ്പോയാൽ വേറെ എന്തെങ്കിലും പണിയൊപ്പിച്ചാൽ അതിനുള്ള സമാധാനം കൂടി നിങ്ങൾ പറയേണ്ടി വരും. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. അവന്മാരുടെ ഓർഡർ അങ്ങ് കൊടുത്തില്ലേ? എന്തൊരു നാറ്റോടാ വെള്ളത്തിന്. നാറ്റം മാത്രം ചോർച്ചിലോ ചിരിച്ചിരിക്കേ. അമ്മച്ചി പറഞ്ഞല്ലേ കഴുകി തരാന്ന്. വേണ്ട അമ്മച്ചി, ഞാൻ വീട്ടിലേക്കല്ലേ പോണേ. നിന്റെ കുളി ഒരുക്കൊന്നും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ആ ബ്രോക്കർ പിന്നെയും വിളിച്ചിരുന്നു. അമ്മച്ചൊന്നും മിണ്ടാണ്ടിരുന്നേ. ഇവിടെ തലയ്ക്ക് ഓളം പിടിച്ചിരിക്കുമ്പോഴാ പെണ്ണ് കാണലും നിനക്ക് മനസ്സിലാക്കും. വേണമെങ്കിൽ പോണ്ട, അതിനെന്തിനാ എന്റെ ബക്കറ്റ് കയറുന്നു? അതെ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും പോലീസുകാരെ വേണ്ട. ഇപ്പൊ തുടങ്ങിയ 10-35 വയസ്സാകുമ്പോഴേക്കും പെണ്ണ് കിട്ടും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നിനക്ക് അമ്മയോട് ഇത്തിരി മയത്തിൽ സംസാരിച്ചൂടെ? മയത്തിലും നയത്തിലും സംസാരിച്ചാലേ ഇപ്പൊ തന്നെ സസ്പെൻഷൻ ആയി പറയേണ്ടി വരും. അയ്യോ ആണോ? എന്നപ്പോ പറയണ്ട, അത് മതി അടുത്ത അറ്റാക്ക് വരെ. ഇനി ജോലിക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവനെ കിട്ടണ്ടേ? പിന്നല്ലാതെ. അപ്പൊ എന്റെ കല്യാണോ? അതൊക്കെ ഇനി പരപ്പാറ ജെയിംസ് തീരുമാനിക്കും. എത്തിയോ വീരശൂര പരാക്രമി? മോനെ, നീ പുഴയെ ചാടി ഏതോ കള്ളനെ പിടിച്ചെന്ന് ലക്ഷ്മി മോള് പറഞ്ഞല്ലോ, നേരാ? ലക്ഷ്മിയാ? അവളോടാരാ പറഞ്ഞേ? പറയണോ? അവള് TV കണ്ടൂന്ന്. അവിടുത്തെ ലോക്കൽ ചാനലിൽ പല പ്രാവശ്യം കാണിച്ചു. ഈ ലോക്കൽ ചാനലുകാരെ കൊണ്ട് തോറ്റു. അലവലാദികള് ക്യാമറ നോക്കിക്കൊണ്ട് ഇറങ്ങിക്കോളൂ. ചുമ്മാ മനുഷ്യന്മാരെ നെറ്റിക്കാൻ. 4 ആൾ അറിയുന്നത് നല്ലതല്ലേടാ. നിന്റെ അച്ഛനും ഇതേ സ്വഭാവമായിരുന്നു. പേരും പ്രശസ്തിയൊന്നും ഒട്ടും ഇഷ്ടല്ലായിരുന്നു. ആഹാ, മോനെത്തിയോ? അച്ഛമ്മ എല്ലാം അറിഞ്ഞു. ദേ, ഇന്നാണ് നീ ശരിക്കും എന്റെ നാരായണന്റെ മോനായത്. പോലീസായ ഇങ്ങനെ വേണം. കെട്ടാൻ പോണ ചെക്കന്റെ കേമത്വം ലക്ഷ്മി മോളുടെ വീട്ടുകാരും കൂടി ഒന്ന് അറിയട്ടേടാ, അല്ലേ മോളെ?
അച്ഛമ്മയ്ക്ക് സന്തോഷായി. ആ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ സങ്കടം ആയിക്കോളും.